ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടൈട്രേഷൻസിനെ പറ്റിയാണ് കൂടുതൽ നോക്കാൻ പോകുക. നമ്മൾ ഓൾറെഡി ടൈട്രേഷൻസ് നോക്കിയിരുന്നു. എന്താണ് ടൈട്രേഷൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്. അപ്പോൾ കുറച്ച് ടൈപ്പ് ഓഫ് ടൈട്രേഷൻസ് നമ്മൾ നോക്കി. ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് നോക്കി, നോൺ അക്വസ് ടൈട്രേഷൻസ് നോക്കി. അപ്പോൾ നമ്മൾ ആ ടൈട്രേഷൻ ലിസ്റ്റിൽ കുറച്ചുകൂടി ടൈട്രേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിപ്പിറ്റേഷൻ, കോംപ്ലെക്സോമെട്രി മുതലായ ടൈട്രേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടൈട്രേഷൻസിനെയാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുക. സോ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ അല്ലെങ്കിൽ അർജന്റോമെട്രിക് ടൈട്രേഷൻ. സോ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്ന ടൈട്രേഷൻ. അതായത് നമ്മൾ ബ്യൂററ്റും കോണിക്കൽ ഫ്ലാസ്കും ഒക്കെ ഉപയോഗിച്ച് ഒരു ടൈട്രൻറ്റും അനലൈറ്റും ഒക്കെ വെച്ച് ടൈട്രേഷൻ നടത്തി കഴിയുമ്പം എൻഡ് പോയിന്റിൽ അല്ലെങ്കിൽ അവസാനം നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് നിൽക്കും. അതായത് സ്റ്റാർട്ടിങ് മുതലേ പ്രസിപ്പിറ്റേറ്റിന്റെ ഫോർമേഷൻ ഉണ്ടാവും, അവസാനം നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സോ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ is a type of titration which involves the formation of a precipitate during the titration technique. സോ ഇവിടെ നമ്മൾ ടൈട്രൻറ്റും അനലൈറ്റും കൂടെ ചേർന്നിട്ട് ഒരു ഇൻസോൾബിൾ, ഇപ്പം നമുക്കറിയാം എന്താ പ്രസിപ്പിറ്റേറ്റ് എന്ന്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലിയർ സൊല്യൂഷൻ, അത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എൻഡ് പോയിന്റിൽ കളർ ചേഞ്ച് കിട്ടുന്നത് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ക്ലിയർ സൊല്യൂഷനിലാണ്. ഇനി പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ വരുമ്പം ഒരു ടേർബിഡിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കില്ലേ, ആ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ രൂപത്തിൽ കിട്ടുന്ന ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ടൻ്റ് ആണ് നമുക്ക് കോണിക്കൽ ഫ്ലാസ്കിൽ കിട്ടുക. സോ അത്തരം ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന ടൈട്രേഷൻ ആണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുക. ഇനി ഈ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷന്റെ മറ്റൊരു പേര് നമ്മൾ കൊടുത്തു അർജന്റോമെട്രിക് ടൈട്രേഷൻ. അർജന്റോമെട്രിക് ടൈട്രേഷൻ, ഈ പേര് കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അർജന്റോമെട്രിക് ടൈട്രേഷൻ. സോ അർജന്റം എന്ന് പറയുന്നത് എന്താണ്? സിൽവറിനെയാണ് അല്ലെ. സോ സിൽവറിനെ നമ്മൾ എലമെന്റൽ സ്ട്രക്ചറിൽ എഴുതുക Ag എന്നാണ് അല്ലെ. സോ ദിസ് Ag സ്റ്റാൻഡ്സ് ഫോർ അർജന്റം. സോ സിൽവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ്. ടൈട്രൻ്റ് ആയിട്ട് നമ്മൾ ബ്യൂററ്റിൽ ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ്, AgNO3. സിൽവർ നൈട്രേറ്റ് ആണ് നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ബ്യൂററ്റിൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ അർജന്റോമെട്രിക് ടൈട്രേഷൻ അല്ലെങ്കിൽ അർജന്റോമെട്രി എന്ന് പറയുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, സിൽവർ നൈട്രേറ്റ് ആണ് ഇവിടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് അല്ലെങ്കിൽ ടൈട്രൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. ഇനി എന്തിൻ്റെ അനലൈസിസിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? മെയിനായിട്ടും ക്ലോറൈഡ്സിന്റെ അനലൈസ്. ഇപ്പം സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മറ്റു കോമ്പൗണ്ട്സിന്റെ അനാലിസിസിനാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. സോ നമ്മളുടെ ടൈട്രൻ്റ് സിൽവർ നൈട്രേറ്റ് ആണ്, അനലൈറ്റ് ക്ലോറൈഡ് കണ്ടെയ്നിങ്, ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, അതുപോലെയുള്ള സബ്സ്റ്റൻസുകളാണ് അനാലിസിസിന് നമ്മൾ ഉപയോഗിക്കുക. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിൽവർ നൈട്രേറ്റ്, സപ്പോസ് നമ്മൾ എടുക്കുന്നത് സോഡിയം ക്ലോറൈഡിന്റെ അനാലിസിസ് ആണെന്ന് വിചാരിക്കുക. സോഡിയം ക്ലോറൈഡുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും? സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും, AgCl. ദിസ് സിൽവർ ക്ലോറൈഡ് ആണ് നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുക. മനസ്സിലായോ? സോ ഇവിടെ സിൽവർ നൈട്രേറ്റ് ഏതെങ്കിലും ഒരു ക്ലോറൈഡ്, ഞാനിവിടെ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുത്തു എന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ സോഡിയം ക്ലോറൈഡിന്റെ അനാലിസിസ് നമ്മൾ നടത്തുന്നത് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ വഴിയാണ്. സോ ഇവർ രണ്ടുപേരും ക്ലിയർ സൊല്യൂഷൻസ് ആണ്. ഈ രണ്ട് ക്ലിയർ സൊല്യൂഷൻ, ബ്യൂററ്റിൽ നിന്ന് നമ്മുടെ സിൽവർ നൈട്രേറ്റും കോണിക്കൽ ഫ്ലാസ്കിലുള്ള നമ്മുടെ അനലൈറ്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ്, ഇൻസോലബിൾ ആയിട്ടുള്ള ടേർബിഡ് നേച്ചറുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റ് ആണ് സിൽവർ ക്ലോറൈഡ്. സോ ഫോർമേഷൻ ഓഫ് ആൻ ഇൻസോലബിൾ product by the combination of two ionic species. ഇവിടെ സിൽവർ അയോണും Ag+ അയോണും Cl- അയോണും കൂടെ ചേർന്നിട്ട് നമുക്ക് സിൽവർ ക്ലോറൈഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സോ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത, പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനെ പറ്റി നമ്മൾ അധികം പ്രസിപ്പിറ്റേഷൻ പാസ് നോർമൽ ആയിട്ട് സാധാരണ നമുക്ക് മറ്റേതെങ്കിലും മെത്തേഡ്സ് ഓഫ് അസേ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനോ നമുക്ക് മറ്റേതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡെ പ്രിഫർ ചെയ്യുള്ളൂ. ഒരിക്കലും പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആ റിയാക്ഷൻ കമ്പാരിറ്റീവ്ലി സ്ലോ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. മറ്റ് ടൈട്രേഷൻസിന്, ആസിഡ് ബേസ്ഡ് ടൈട്രേഷനോ നോൺ അക്വസ് ടൈട്രേഷനോ ഒക്കെ കമ്പയർ ചെയ്യുമ്പം പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഇച്ചിരി സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻസ് പ്രിഫർ ചെയ്യാറില്ല.
സോ എങ്കിൽ കൂടിയും നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ടൈപ്സ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. ഇനി precipitation titration നമ്മൾ ടൈട്രന്റ് ഓൾറെഡി പറഞ്ഞു, സിൽവർ നൈട്രേറ്റ് ആണ്. അനലൈസിസ് നടത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അനലൈറ്റ്സ് അല്ലെങ്കിൽ സാമ്പിൾസ് എന്ന് പറയുന്നത് ക്ലോറൈഡ് കണ്ടെയ്നിങ് സോൾട്ടുകളാണ്. അത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ ഇടയിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് അല്ലെ, എൻഡ് പോയിന്റ്. അതായത് രണ്ടുപേരും കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എൻഡ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ട ആൾക്കാരാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുക. സോ precipitation ടൈട്രേഷനിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില ഇൻഡിക്കേറ്റേഴ്സിനെ ഉപയോഗിക്കും അല്ലെ, എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ. അതായത് രണ്ടുപേരും precipitate ആണ്, നോർമൽ സൊല്യൂഷൻസ് അല്ല. സോ അത്തരം സാഹചര്യത്തിൽ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ പേരാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇറ്റ് ഈസ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ സർഫസിൽ മറ്റൊരാൾ വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുക. സോ ഇപ്പോൾ സപ്പോസ് നമ്മൾ സ്പോഞ്ച് കളർ അല്ലെങ്കിൽ ചോക്ക് പീസ് നമ്മൾ കളർ സൊല്യൂഷനിൽ മുക്കിയെന്ന് വിചാരിക്കാം. ഓക്കെ, കളറുള്ള ഏതെങ്കിലും ഒരു ഗ്രീനോ റെഡോ ഏതെങ്കിലും ഒരു കളർ സൊല്യൂഷനിൽ മുക്കിക്കഴിഞ്ഞാൽ ആ ചോക്ക് പീസിനെ മുക്കുന്ന സർഫസിൽ നമുക്ക് ആ കളർ കാണാൻ പറ്റും. എന്നാൽ ചോക്ക് പീസിന്റെ ഉള്ളിലേക്ക് ആ കളർ സൊല്യൂഷന്റെ വാട്ടർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ സർഫസിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുക. സോ precipitation ടൈട്രേഷനിൽ നമ്മൾ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. സോ ഇവിടെ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് precipitate-ന്റെ സർഫസിൽ പോയി അഡ്സോർബ് ചെയ്തിട്ട് കളർ തരും. മെയിൻ എക്സാമ്പിൾ നമ്മൾ ഫ്ലൂറസിൻ അല്ലെങ്കിൽ ഇയോസിൻ പോലെയുള്ള സോഡിയം സോൾട്സ് ഓഫ് ഫ്ലൂറസിൻ ഉണ്ട്. സെയിമേ നമ്മൾ ഇയോസിൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് ആണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. സോ precipitation ടൈട്രേഷനിൽ ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ദ ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ precipitation ടൈട്രേഷൻ ഇസ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. സോ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, precipitate-ന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്ത് കളർ ചേഞ്ച് ഇമ്പാർട്ട് ചെയ്യുന്നവരാണ് ഇവർ. സോ നെക്സ്റ്റ് precipitation ടൈട്രേഷൻ നമ്മൾ പല മെത്തേഡ്സ് ഉണ്ട്. സിൽവർ നൈട്രേറ്റ് സാധാരണഗതിയിൽ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സിൽവർ നൈട്രേറ്റ് ആണ്. സോ ഈ സിൽവർ നൈട്രേറ്റിനെ ക്ലോറൈഡും ബ്രോമൈഡും അയഡൈഡും തയോസൈനേറ്റ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുക. ഇപ്പോൾ ക്ലോറൈഡ് ആണെങ്കിൽ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും, ബ്രോമൈഡ് ആണെങ്കിൽ സിൽവർ നൈട്രേറ്റും പർട്ടിക്കുലർ ബ്രോമൈഡും കൂടെ ചേർന്ന് സിൽവർ ബ്രോമൈഡ് ഫോം ചെയ്യും, സിൽവർ അയഡൈഡ് ഫോം ചെയ്യും. ഇവരൊക്കെ precipitate ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ്. സോ ഈ ടൈട്രേഷൻ പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സിൽ നമുക്ക് precipitation ടൈട്രേഷൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ മോർസ് മെത്തേഡ് ഉണ്ട്, വോൾഹാർട്സ് മെത്തേഡ് ഉണ്ട്, മോഡിഫൈഡ് വോൾഹാർട്സ് മെത്തേഡ് ഉണ്ട്, ഫെജൻസ് മെത്തേഡ് ഉണ്ട്. സോ ഇതെല്ലാം ഓരോ മെത്തേഡും ഇൻവെന്റ് ചെയ്ത സയന്റിസ്റ്റുകളുടെ പേരിലാണ് ഈ മെത്തേഡ്സ് ഒക്കെ നടക്കുക. മോഴ്സ് മെത്തേഡ്, മോർ ഇൻവെന്റ് ചെയ്ത മെത്തേഡാണ് മോഴ്സ്. വോൾഹാർട്സ് മെത്തേഡ് ഉണ്ട്. ഇനി ഓൾറെഡി ഉള്ള വോൾഹാർട്സ് മെത്തേഡിൽ നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തി ചെയ്യുന്നതാണ് മോഡിഫൈഡ് വോൾഹാർട്സ് മെത്തേഡ്. അടുത്ത മെത്തേഡ് ഫെജൻസ് മെത്തേഡ്. സോ ഇത്രയും മെത്തേഡ്സിൽ നമുക്ക് precipitation ടൈട്രേഷൻ നടത്താം. സോ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് മോഴ്സ് മെത്തേഡിലേക്കാണ്. മോഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പം ദിസ് ഇസ് എ സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ ഡയറക്റ്റ് മെത്തേഡാണ് മോഴ്സ് മെത്തേഡ് എന്ന് പറയുക. സിമ്പിൾ ഡയറക്റ്റ് മെത്തേഡാണ് മോഴ്സ് മെത്തേഡ്. സോ ഈ മെത്തേഡ് ഇൻവെന്റ് ചെയ്ത ആള് കാൾ ഫ്രെഡറിച്ച് മോർ, ആ പേരിൽ തന്നെ ഉണ്ട്, മോറാണ് ഈ മെത്തേഡ് ഇൻവെന്റ് ചെയ്തത്. ഇനി ഈ മെത്തേഡിൽ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്യൂററ്റിൽ ടൈട്രൻ്റ് ആയിട്ട് എടുക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സോ ഏതെങ്കിലും ക്ലോറൈഡ്സോ ബ്രോമൈഡ്സോ ഒക്കെ നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുന്ന സാമ്പിളായിട്ട് എടുക്കുന്നു. ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക പൊട്ടാഷ്യം ക്രോമേറ്റ്. സോ പൊട്ടാഷ്യം ക്രോമേറ്റ് ഫൈനലി നമുക്കൊരു റെഡ് കളേർഡ് precipitate ഫോം ചെയ്യുന്ന precipitate-ന്റെ അവസാനം അതായത് നമ്മുടെ ക്ലോറൈഡിലേക്ക് സിൽവർ നൈട്രേറ്റ് വീഴുമ്പോൾ precipitation ഫോർമേഷൻ തുടങ്ങും. ഫൈനലി ഇത് കംപ്ലീറ്റ് precipitation കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെഡ് കളർ ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടും. സോ ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഴ്സ് മെത്തേഡ്. സോ ദിസ് മെത്തേഡ് പൊട്ടാഷ്യം ക്രോമേറ്റ് is used as an indicator that produces red colored silver chromate at the end point. അതായത് സിൽവർ ക്ലോറൈഡ് കംപ്ലീറ്റ് ഫോം ചെയ്ത ശേഷം എന്ത് സംഭവിക്കും? ക്രോമേറ്റ് അയോൺസ് വന്ന് ഈ സിൽവർ ക്ലോറൈഡിനെ മാറ്റി അവിടെ സിൽവർ ക്രോമേറ്റ് ആയിട്ട് മാറും. ആ സിൽവർ ക്രോമേറ്റിനാണ് നമുക്ക് റെഡ് കളർ കിട്ടുക. ആദ്യം സിൽവർ നൈട്രേറ്റ് നമ്മുടെ ക്ലോറൈഡ് സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. എൻഡ് പോയിന്റിൽ കംപ്ലീറ്റ് ക്ലോറൈഡും സിൽവർ ക്ലോറൈഡായിട്ട് മാറ്റിയ ശേഷം
എൻഡ് പോയിന്റ്, അതായത് ഇക്വലൻസ് പോയിന്റിന് ശേഷമുള്ള കംപ്ലീറ്റ് റിയാക്ഷൻ കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിൽവർ ക്ലോറൈഡിനെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ക്രോമേറ്റ് അയോൺസ് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഈ റെഡ് കളർ കിട്ടും. സോ എപ്പോഴും മോഴ്സ് മെത്തേഡ് പറയുമ്പോൾ ഓർക്കുക, ദിസ് ഇസ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടൈട്രേഷൻ ആണ്. മറ്റ് മെത്തേഡുകളെ പോലെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ടൈട്രൻറ്റിനെ ബ്യൂററ്റിൽ എടുക്കുന്നു, അനലൈസ് ചെയ്യേണ്ട സാമ്പിളിനെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നു, സോ പൊട്ടാഷ്യം ക്രോമേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നു, ടൈട്രേഷൻ നടത്തുന്നു, എൻഡ് പോയിന്റ് ഇസ് എ റെഡ് കളർ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് വോൾഹാർട്സ് മെത്തേഡ്. മോഴ്സ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്ന പോലെ വോൾഹാർട്സ് മെത്തേഡ് ഇസ് എൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. മോഴ്സ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നു, വോൾഹാർട്സ് മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ യൂഷ്വലി നമ്മളൊരു മൾട്ടിപ്പിൾ ടൈട്രേഷൻസ് നടക്കും. സോ ഇവിടെ ഇറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ ജേക്കബ് വോൾഹാർഡ്. സോ ഇവിടെ നമ്മൾ ആദ്യം ടൈട്രേഷന് ബ്യൂററ്റിൽ എടുക്കുന്ന സാധനമാണ് തയോസൈനേറ്റ്. യൂഷ്വലി പൊട്ടാഷ്യം തയോസൈനേറ്റ് ആണ് നമ്മൾ എടുക്കുക, KSCN. പൊട്ടാസ്യം തയോസൈനേറ്റ് ആണ് നമ്മൾ ആദ്യം ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുക. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസ് ചെയ്യേണ്ട സാമ്പിൾ എടുക്കും. സാമ്പിളിനകത്തേക്ക് കുറച്ച് എക്സസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കും. ആ എക്സസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഫെറിക് അയോൺസ് ഇൻഡിക്കേറ്റർ ആയിട്ട്, യൂഷ്വലി നമ്മൾ ഫെറോയിൻ അല്ലെങ്കിൽ അയൺ കണ്ടെയ്നിങ് ഫെറിക് അയോൺസ് Fe3+ അയൺ സോൾട്ട് ഉള്ള അല്ലെങ്കിൽ അയണിൻ്റെ അയോൺസ് ഉള്ള ഫെറിക് അയോൺസ് ഉള്ള ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ എടുക്കുക. സോ നമ്മൾ ആഡ് ചെയ്യുന്ന എക്സസ് ഓഫ് സിൽവർ നൈട്രേറ്റ്, കുറച്ച് അധികം സിൽവർ നൈട്രേറ്റ്, അതായത് സാമ്പിളുമായിട്ട് റിയാക്ട് ചെയ്യും. കംപ്ലീറ്റ് സിൽവർ നൈട്രേറ്റും സാമ്പിൾ, ഇപ്പോൾ ക്ലോറൈഡ് സാമ്പിളും ആണെങ്കിൽ റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. ഇതിൽ നിന്ന് കുറച്ച് അധികമായിട്ട്, ആ സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി അധികമായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? ഇവിടെ ടൈട്രൻറ്റ്, അതായത് സിൽവർ നൈട്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന എക്സസ് സിൽവറിനെ നമ്മൾ ബാക്ക് ടൈട്രേഷൻ നടത്തും. ഓക്കെ, using a solution of potassium or ammonium thiocyanate, again ferric ion as indicator. So ഇവിടെ മൾട്ടിപ്പിൾ ടൈട്രേഷൻ നടക്കുന്നുണ്ട്. ആദ്യം സാമ്പിളും തയോസൈനേറ്റ്, പൊട്ടാസ്യം തയോസൈനേറ്റുമായിട്ട് ഒരു ടൈട്രേഷൻ നടത്തും. സെയിം ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഫെറിക് അയോൺ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ അതിനകത്തു നിന്നുണ്ടാവുന്ന എക്സസ് സിൽവർ അയോൺസിനെ നമ്മൾ വീണ്ടും again it is back titrated using potassium or ammonium thiocyanate using ferric ion as indicator. So multiple ആയിട്ട്, ഇപ്പോൾ നമ്മൾ മോഴ്സ് മെത്തേഡിൽ ഡയറക്റ്റ് ഒറ്റ ടൈട്രേഷൻ, സിൽവർ നൈട്രേറ്റ് നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ബ്യൂററ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഇവിടെ അതുപോലെയല്ല, സിൽവർ നൈട്രേറ്റ് നമ്മൾ അനലൈറ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്ത ശേഷം അതിനെ ആദ്യം നമ്മൾ ഒരു തയോസൈനേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ആ മിക്സ്ചറിൽ എക്സസ് ആയിട്ടുള്ള വീണ്ടും സിൽവറിനെ എടുത്ത് എഗെയിൻ നമ്മൾ പൊട്ടാഷ്യം അല്ലെങ്കിൽ അമോണിയം തയോസൈനേറ്റുമായിട്ട് ഫെറിക് അയോൺ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ മൾട്ടിപ്പിൾ ടൈട്രേഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് സിൽവർ നൈട്രേറ്റുമായിട്ടുള്ള ഒരു ടൈട്രേഷൻ ഉള്ള, കാരണം ബ്യൂററ്റിൽ നമ്മൾ സിൽവർ നൈട്രേറ്റിനെ അല്ല എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടൈട്രേഷൻ. സോ നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ എസ് ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ അല്ലെങ്കിൽ അസൈഡ് ബൈ, നമുക്ക് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്നല്ല സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാലും വോൾഹാർട്സ് മെത്തേഡ് നമ്മൾ സോഡിയം ക്ലോറൈഡിന് ഉപയോഗിക്കുന്നുണ്ട്. അല്ല മോഴ്സ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, വോൾഹാർട്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വോൾഹാർട്സ് മെത്തേഡ്. ഇനി അടുത്തത് മോഡിഫൈഡ് വോൾഹാർട്സ് മെത്തേഡ്. മോഡിഫൈഡ് വോൾഹാർട്സ് മെത്തേഡിനും ചെറിയൊരു വ്യത്യാസം, നമ്മൾ വോൾഹാർട്സ് മെത്തേഡിനേക്കാൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ മോഡിഫൈഡ് വോൾഹാർട്സ് മെത്തേഡിന് നമ്മൾ നടത്തുന്നുള്ളൂ. വോൾഹാർട്സ് മെത്തേഡ് എന്താണെന്ന് ഒന്നുകൂടി നോക്കിയ ശേഷം അവിടെ എവിടെയാണ് മോഡിഫിക്കേഷൻ വരുത്തുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ഇസ് യൂസ് ടു അസിഡിഫൈ ദ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. വോൾഹാർട്സ് മെത്തേഡ് എപ്പോഴും ഒരു അസിഡിക് കണ്ടീഷനിലാണ് നമ്മൾ നടത്തുക. അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നമ്മുടെ അനലൈറ്റ് എന്ന് വിചാരിക്കുക, അതിനകത്തേക്ക് കുറച്ച് നൈട്രിക് ആസിഡും കൂടെ ആഡ് ചെയ്തു. അത് നമ്മൾ നോർമൽ വോൾഹാർട്സ് മെത്തേഡ് നടത്തിയാലും മോഡിഫൈഡ് വോൾഹാർട്സ് മെത്തേഡ് നടത്തിയാലും കുറച്ച് അസിഡിഫൈ ചെയ്യും. ആ സാമ്പിളിനെ കുറച്ച് റിയാക്ഷൻ ഫാസ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അസിഡിഫൈ ചെയ്യും. ഇനി ഈ അസിഡിഫൈ ചെയ്ത മിക്സ്ചറിനകത്തേക്ക് നൈട്രോബെൻസീൻ കുറച്ച് ആഡ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എക്സസ് ഓഫ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുക. യൂഷ്വൽ ആയിട്ടുള്ള നമ്മുടെ വോൾഹാർഡിൻ്റെ അതേ പ്രൊസീജിയറാണ്. അസിഡിഫൈ ചെയ്ത സാമ്പിൾ സൊല്യൂഷൻ, കുറച്ച് നൈട്രോബെൻസീൻ, അതിനുശേഷം നമ്മൾ
എക്സസ് എമൗണ്ട് ഓഫ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. ഈ എക്സസ് എമൗണ്ട് ഓഫ് സിൽവർ നൈട്രേറ്റിനെ നമ്മൾ ഫസ്റ്റ് ഒരു ഫെറോയിൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഫെറിക് അയോൺസ് ഉള്ള ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ആർക്ക് ടൈട്രേറ്റ് ചെയ്യും? ഒരു തയോസൈനേറ്റിൽ ടൈട്രേറ്റ് ചെയ്യും. അതിനുശേഷം എക്സസ് വരുന്ന സിൽവർ നൈട്രേറ്റിനെ വീണ്ടും ഒരു തയോസൈനേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ അമോണിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം തയോസൈനേറ്റ് സൊല്യൂഷനുമായിട്ട് റീടൈട്രേഷൻ നടത്തും. ഫെറിക് യൂഷ്വലി നമുക്ക് ഫെറോയിൻ അല്ലെങ്കിൽ ഫെറിക് ആലം, അമോണിയം സൾഫേറ്റ് ഫെറിക് ആലം ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഫെറിക് അമോണിയം സൾഫേറ്റ് ഓർ ഫെറിക് ആലം, ഫെറിക് അമോണിയം സൾഫേറ്റോ ഫെറിക് ആലമോ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഈ മെത്തേഡിൽ ഉപയോഗിക്കാൻ പറ്റും. സോ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നോർമൽ പ്രൊസീജിയറിന്റെ പ്രശ്നം 2 പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ആദ്യം അതിനകത്ത് ഓൾറെഡി നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. സിൽവർ നൈട്രേറ്റ് നമ്മൾ ആ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എടുക്കുന്ന ഈ കോണിക്കൽ ഫ്ലാസ്കിൽ നമുക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, NaCl ആഡ് ചെയ്യുന്നുണ്ട്, നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം സാധനങ്ങളിൽ ആദ്യം ഈ സിൽവർ ക്ലോറൈഡ് ഒരു പ്രസിപ്പിറ്റേറ്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്, സിൽവർ ക്ലോറൈഡ് അല്ലേ? ഇനിഷ്യലി നമ്മൾ ടൈട്രേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടെ ചേർന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്, ദാറ്റ് ഈസ് സിൽവർ ക്ലോറൈഡ്. ഇനി നമ്മൾ ബ്യൂററ്റിൽ നിന്ന് ഇതിനകത്തേക്ക് തയോസൈനേറ്റ് ആഡ് ചെയ്യുകയാണ്. സോ എഗെയിൻ ഇവിടെ 2 അടുത്ത പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു, സിൽവർ തയോസൈനേറ്റ്. ഓക്കെ, ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സിൽവർ ക്ലോറൈഡ് മാറി അവിടെ സിൽവർ തയോസൈനേറ്റിന്റെ പ്രസിപ്പിറ്റേറ്റും ഉണ്ടാവുന്നുണ്ട്. സോ 2 പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുമ്പോൾ തന്നെ ആ പ്രസിപ്പിറ്റേറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റിന്റെ കളർ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യുക. ഓൾമോസ്റ്റ് 2 പ്രസിപ്പിറ്റേറ്റിനും ഒരേ രീതിയിലുള്ള പ്രോപ്പർട്ടീസുമാണ്. അപ്പം അങ്ങനെ അവരെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ a few ml of organic liquid like chloroform, that is chloroform. So chloroform is added. So chloroform എന്ത് ചെയ്യും? ഇവരുടെ സോളിബിലിറ്റിയെ മാനേജ് ചെയ്തിട്ട് 2 ഡിസ്റ്റിങ്ക്യൂഷ്ഡ് സോളിബിലിറ്റി ആക്കി തരും. അപ്പം നമുക്ക് 2 പ്രസിപ്പിറ്റേറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത്ര മാത്രമേ ഇവിടെ മോഡിഫിക്കേഷൻ നടത്തുന്നുള്ളൂ. സെയിം വോൾഹാർട്ട്സ് മെത്തേഡ്. സോ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ സ്റ്റാർട്ടിംഗ് സൊല്യൂഷനിലേക്ക് കുറച്ച് ക്ലോറോഫോം, എനി ഓർഗാനിക് ലിക്വിഡ്, വാട്ടർ ഇൻസോലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ലിക്വിഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡ്. സോ നമ്മൾ കൺഫ്യൂഷൻ ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡ്. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ഫെജൻസ് മെത്തേഡ്. സോ ഈ മെത്തേഡ് നെയിംഡ് ആഫ്റ്റർ ഫെജൻ. സോ ഇവിടെ എന്താ വെച്ചാൽ ദിസ് ഇസ് എൻ അഡ്സോർപ്ഷൻ മെത്തേഡ്. സോ പ്രസിപ്പിറ്റേറ്റ് വൺസ് ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ്, സോ ഫോർ എക്സാമ്പിൾ സിൽവർ ക്ലോറൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. സോ ഈ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് സിൽവർ ക്ലോറൈഡും ഫോം ചെയ്ത ശേഷം ഈ പ്രസിപ്പിറ്റേറ്റിന്റെ സർഫസിലേക്ക് ഇൻഡിക്കേറ്റർ, ഏത് ഇൻഡിക്കേറ്റർ ആണോ ആ ഇൻഡിക്കേറ്റർ വന്ന് അഡ്സോർബ് ചെയ്യുമ്പം ആ അഡ്സോർപ്ഷൻ വഴി നമുക്ക് കളർ ചേഞ്ച് കിട്ടും. സോ ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഡിക്കേറ്റർ അയോൺസ് നമ്മളുടെ പ്രസിപ്പിറ്റേറ്റ് സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്സോർപ്ഷനിൽ നിന്ന് ഡിസോർബ് ചെയ്യുന്നു. ഓൾറെഡി സർഫസിൽ ഉണ്ടായിരുന്ന ഇൻഡിക്കേറ്റർ ഫ്രീ ഇൻഡിക്കേറ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നു. സോ ഇൻഡിക്കേറ്ററിന്റെ അഡ്സോർപ്ഷനും അതിന്റെ ഡിസോർപ്ഷനും മൂവ്മെന്റ് വഴിയിട്ടാണ് ഈ മെത്തേഡ് നടക്കുന്നത്. സോ ദിസ് ഇസ് എൻ അഡ്സോർപ്ഷൻ മെത്തേഡ്. ഇവിടെ ഡൈക്ലോറോഫ്ലൂറസീൻ ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസിപ്പിറ്റേറ്റിന്റെ സർഫസിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. സോ അതിനൊരു പെർട്ടിക്കുലർ കളർ ആയിരിക്കും. ഇനി കംപ്ലീറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തതിന് ശേഷം ഫ്രീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. സർഫസിൽ അല്ലാതെ പുറത്ത് ഫ്രീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ടൈമിൽ ആ ഇൻഡിക്കേറ്ററും പ്രസിപ്പിറ്റേറ്റും കൂടെ ബോണ്ട് ചെയ്തൊരു കളർ ഉണ്ടാവും. കംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. സോ ഫ്രീ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ മറ്റൊരു കളർ തരും. സോ അതാണ് ഈ കളർ ചേഞ്ചിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യാനുള്ള റീസൺ അതാണ്. സോ അത്തരം ടൈട്രേഷനെയാണ് നമ്മൾ ഫെജൻസ് മെത്തേഡ്, യൂഷ്വലി ഫ്ലൂറസീൻ അല്ലെങ്കിൽ ഇയോസിൻ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അത് ഞാൻ പറഞ്ഞ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഫ്ലൂറസീൻ ആണെങ്കിൽ ഗ്രീൻ കളർ ചേഞ്ചസ് ടു പിങ്ക് ആണ് നമുക്ക് എൻഡ് പോയിന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക. ഇവിടെയും ടൈട്രന്റിന് വ്യത്യാസമൊന്നുമില്ല. അനലൈസ് ചെയ്യാൻ വേണ്ടി ക്ലോറൈഡ്സും ബ്രോമൈഡ്സും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. So ഞാൻ ഓൾറെഡി പറഞ്ഞ മെത്തേഡാണ്. These indicators are basically dyes that adsorb or dissolve on the surface of the precipitate at the equivalence point and produces the color change.
ഫ്ലൂറസിൻ, ഇയോസിൻ പോലെയുള്ള അസിഡിക് നേച്ചറുള്ള ഡൈസ്, നമുക്കറിയാമല്ലേ ഡൈ എന്താണെന്ന്, ഓൾറെഡി നമ്മൾ ഡ്രസ്സിനൊക്കെ കളർ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അത്തരം സബ്സ്റ്റൻസസ് ആണ് നമ്മൾ അബ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ അവർ സർഫസിൽ വന്ന് ഒട്ടുമ്പോൾ ഒരു കളർ ഉണ്ടാവും, ഇനി സർഫസിൽ നിന്ന് മൂവ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇൻഡിക്കേറ്റർ അയോൺസ് ആയിട്ട് സൊല്യൂഷനിൽ നിൽക്കുമ്പോൾ മറ്റൊരു കളറായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ അസേ ഓഫ് സോഡിയം ക്ലോറൈഡ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ വഴി നമ്മൾ നടത്തുന്ന ഒരു അസേയാണ് സോഡിയം ക്ലോറൈഡ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് വോൾഹാർട്ട്സ് മെത്തേഡാണ്. സോ ഇതിൽ പല രീതിയിൽ നമുക്ക് ഈ ഒരു അസേയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. സോ അസേക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ജനറലി പ്രസിപ്പിറ്റേഷൻ, കോംപ്ലക്സോമെട്രി, ആസിഡ് ബേസ് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്. ഇനി സ്പെസിഫിക് ആയിട്ട് ഏത് മെത്തേഡാണ്? ഫെജൻസ് മെത്തേഡാണോ, മോസ് മെത്തേഡാണോ, വോൾഹാർട്ട്സ് മെത്തേഡാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വോൾഹാർട്ട്സ് മെത്തേഡ്. ഇനി അസേൽ നമ്മുടെ ക്വാണ്ടിറ്റി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, മെയിനായിട്ടും ടൈട്രൻറ്റ്, ഇൻഡിക്കേറ്റർ, അസേ മെത്തേഡ്, ഇതാണ് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ 0.1 gram സാമ്പിൾ ഡിസോൾവ് ചെയ്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ശേഷം സിൽവർ നൈട്രേറ്റ്, എപ്പോഴും സൊല്യൂഷൻ അസിഡിക് ആയിരിക്കണം. സോ നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച്, സോ ടൈട്രൻറ്റ് എന്ന് പറയുന്നത് അമോണിയം തയോസൈനേറ്റ് ആണ്. അമോണിയം തയോസൈനേറ്റിൽ ബ്യൂററ്റിൽ എടുക്കുന്നു, ഫെറിക് അമോണിയം സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഫെറസാലം ഇൻഡിക്കേറ്റർ ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. സോ ദിസ് മെത്തേഡ് നമ്മൾ മോസ് മെത്തേഡിലും നമുക്ക് സെയിം കാര്യം ചെയ്യാൻ പറ്റും. സോ കോമൺലി നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് വോൾഹാർട്ട്സ് മെത്തേഡാണ്. മോസ് മെത്തേഡിലും സോഡിയം ക്ലോറൈഡിൻ്റെ അസേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. സോ വോൾഹാർട്ട്സ് മെത്തേഡ് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം തയോസൈനേറ്റോ അല്ലെങ്കിൽ അമോണിയം തയോസൈനേറ്റോ, ഇവിടെ നമ്മൾ അമോണിയം തയോസൈനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം നമുക്ക് ടൈട്രൻ്റ് ആയിട്ട് പൊട്ടാസ്യം തയോസൈനേറ്റും യൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റർ എന്ന് പറയുക ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെറിക് അമോണിയം സൾഫേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫെറോയിൻ പോലെയുള്ള ഫെറിക് അയോൺസ് ഉള്ള ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് അബൌട്ട് അസേ ഓഫ് സോഡിയം ക്ലോറൈഡ്. പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ ടൈട്രൻറ്റ് സിൽവർ നൈട്രേറ്റ് എന്ന് പോയി എഴുതി വെക്കരുത്. ഇറ്റ് ഈസ് അമോണിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം തയോസൈനേറ്റ് ആണ് ടൈട്രൻറ്റ്. ഫെറിക് അയോൺ ഉള്ള ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യും. ഇവിടെ ഫെറിക് അമോണിയം സൾഫേറ്റ് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. വോൾഹാർട്ട്സ് മെത്തേഡാണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ടല്ല, എന്തെങ്കിലും സ്പെസിഫിസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ് മെത്തേഡ് അസേ ഓഫ് സോഡിയം ക്ലോറൈഡിന് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ അടുത്ത മെത്തേഡ് ഓഫ് ടൈട്രേഷൻ ആണ് കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ. സോ കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രസിപ്പിറ്റേഷനും ആസിഡ് ബേസും ഒക്കെ നോക്കി അല്ലേ, ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. മറ്റത് നമ്മൾ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ വരുമ്പോൾ ടൈട്രൻ്റെ മെനലൈറ്റും കൂടെ ചേർന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് കളേർഡ് ഫൈനലി ഒരു കളർ കിട്ടും. സോ ഇവിടെ നമ്മുടെ ടൈട്രൻറ്റും എനലൈറ്റും കൂടെ ചേർന്ന് ഒരു കോംപ്ലെക്സ് ഉണ്ടാവുന്നു, കോംപ്ലെക്സ് ഫോം ചെയ്യുന്നു. അത്തരം ടൈട്രേഷനെയാണ് നമ്മൾ കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുക. സോ കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ അല്ലെങ്കിൽ ചിലാറ്റോമെട്രിക് ടൈട്രേഷൻ അല്ലെങ്കിൽ ചിലാറ്റോമെട്രി എന്ന് പറയും. ചീലേറ്റ്, അവിടെ നമ്മൾ കോംപ്ലെക്സ് ചെയ്യാൻ ഏതെങ്കിലും യൂഷ്വലി സാധാരണഗതിയിൽ മെറ്റൽ അയോൺസിൻ്റെ ഡിറ്റർമിനേഷനാണ്. മഗ്നീഷ്യം, കാൽഷ്യം പോലെയുള്ള മെറ്റൽ അയോൺസിൻ്റെ ഡിറ്റർമിനേഷനാണ് നമ്മൾ കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ ഉപയോഗിക്കുക. സോ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്ന മെറ്റലും ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ ചീലേറ്റ് എന്ന് വിളിക്കും. സോ അല്ലെങ്കിൽ ചീലേറ്റ് അല്ലെങ്കിൽ കോംപ്ലെക്സിങ് ഏജന്റ് എന്ന് വിളിക്കും. സോ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു മെറ്റൽ അയോൺ കോംപ്ലെക്സ് ഉണ്ടാവും. ഈ കോംപ്ലെക്സിലാണ് നമ്മൾ കളേർഡ് കോംപ്ലെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത കോംപ്ലെക്സിന്റെ കളർ കണ്ടുപിടിക്കും, കളർ ചേഞ്ച് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ദ എൻഡ് പോയിന്റ്. സോ കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ ഓർ ചിലാറ്റോമെട്രി is a form of volumetric analysis in which the formation of a colored complex is used to indicate the end point. സാധാരണഗതിയിൽ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് EDTA ആണ്. സോ ദിസ് EDTA is the titrant. EDTA ഒന്നെങ്കിൽ നമ്മൾ ടൈട്രൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ കോംപ്ലെക്സിങ് ഏജന്റ് ഓർ ചീലേറ്റ്. EDTA, EDTയുടെ ഫുൾ ഫോം എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. സോ അങ്ങനെ ചോദിച്ചാലും ഇറ്റ് ഇസ് EDTA ആണ്. ടെട്രാ അസറ്റിക് ആസിഡ്, അതായത് 4 അസറ്റിക് ആസിഡ് മോളിക്യൂൾ ഉള്ള ഒരു എത്തിലീൻ്റെ ഡയമീൻ, 2 അമിനോ ഗ്രൂപ്പുള്ള ഒരു കാർബൺ ചെയിൻ, ഈഥെയിൻ ഗ്രൂപ്പിൽ 2 അമിനോ ഗ്രൂപ്പ്, ആ 2 അമിനോ ഗ്രൂപ്പിലും മൊത്തത്തിൽ 4 അസറ്റിക് ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. സോ EDTA ആണ് ഇവിടെ മെറ്റൽസുമായിട്ട് കോംപ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈട്രൻ്റ് എന്ന് പറയുക. സോ യൂഷ്വലി ഒരു സിംഗിൾ മെറ്റൽ അയോൺ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് മെറ്റൽ അയോൺസിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇവിടെ
കോംപ്ലക്സിങ് അല്ലെങ്കിൽ ചീലേറ്റിംഗ് ഏജന്റുമായിട്ട് ടൈട്രേഷൻ നടത്തും. ടൈട്രേഷൻ്റെ എൻഡ് പോയിന്റിൽ നമ്മൾ മെറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് മെറ്റൽ ഇൻഡിക്കേറ്റേഴ്സ്. സോ മെറ്റൽ കണ്ടെയ്നിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇലക്ട്രിക്കലി നമ്മൾ പൊട്ടൻഷ്യോമെട്രിയോ കണ്ടക്ടോമെട്രിയോ ഒക്കെ ഉപയോഗിച്ച് പൊട്ടൻഷ്യോമെട്രി പോലെയുള്ള മെത്തേഡ്സ്, അതായത് നമ്മളെ സൊല്യൂഷനെ ടൈട്രേഷൻ നടത്തി കഴിയുമ്പോൾ, അതായത് ബ്യൂററ്റിൽ നിന്ന് അനലൈറ്റിലേക്ക് നമ്മളുടെ ടൈട്രൻ സൊല്യൂഷൻ വീഴുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസോ കറണ്ട് ഡിഫറൻസോ ഒക്കെ വെച്ച് ഇലക്ട്രോ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമെട്രിക്കലി നമ്മൾ എൻ പോയിന്റ് കണ്ടുപിടിക്കും. അതല്ലെങ്കിൽ മെറ്റൽ ഇൻഡിക്കേറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ എറിക്രോം അല്ലെങ്കിൽ മോഡൻറ്റ് ബ്ലാക്ക്, ഇത്തരമുള്ള മെറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഇതിന് ടൈട്രേഷൻ്റെ എൻഡ് പോയിന്റിൽ യൂസ് ചെയ്യുക. സോ ഈ മെറ്റൽ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ PM ഇൻഡിക്കേറ്റേഴ്സ് എന്നും പറയും. സോ കോംപ്ലക്സോമെട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ മെറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ PM ഇൻഡിക്കേറ്റേഴ്സ്. എക്സാമ്പിൾ ആണ് എറിക്രോം ബ്ലാക്ക് അല്ലെങ്കിൽ മോഡേൺ ബ്ലാക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോമെട്രിക്കലി നമ്മൾ ടൈട്രേഷൻ നടക്കുമ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വോൾട്ടേജ് ഭയങ്കരമായിട്ട് കുറയും. ആ പോയിന്റ് എൻഡ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മളിവിടെ ടൈട്രേഷൻസ് ചെയ്യുക. സോ അസേ ഓഫ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അസേ ഓഫ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റിൻ്റെ മെത്തേഡ് എന്താണ്? സോ ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു ഈസി ആയിട്ടുള്ള എളുപ്പം വഴി വരാം. കാൽഷ്യം മഗ്നീഷ്യം, കാൽഷ്യം Ca2+, അല്ലേ, മഗ്നീഷ്യം Mg2+. സോ ഇതുപോലെയുള്ള ഡൈവാലന്റ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Na+ ആണ്. സോ ഇവിടെ നമ്മൾ ക്ലോറൈഡ് അയോൺസിൻ്റെ അസേ ആണ്. ഇവിടെ കാൽഷ്യം മഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസിൻ്റെ അസേക്ക് യൂഷ്വലി സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. സോ കാൽഷ്യം സോൾട്ട്, എല്ലാ മുഖ്യ കാൽഷ്യം സോൾട്ടുകളെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോംപ്ലക്സോമെട്രി ആണ്. സോ ഇവിടെ നമ്മൾ EDT ആണ് ടൈട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാ എറിക്രോം ബ്ലാക്ക് ടീ അല്ലെങ്കിൽ എറിക്രോം ബ്ലാക്ക് ടീ ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. സോ ഫൈനലി കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളർ, വൈൻ റെഡ് കളർ ചേഞ്ചസ് ടു ബ്ലൂ കളർ അറ്റ് ദ എൻഡ് പോയിന്റ്. സോ മെയിൻ ആയിട്ട് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ റീപ്ലേസ്മെന്റ് ടൈട്രേഷൻ, ഒരു ആളെ EDTA കോംപ്ലക്സ് ചേർന്നിട്ട് മെറ്റൽ അയോൺ റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ EDTA ഒരു സൈഡിലുള്ള ഹൈഡ്രജനെ നമ്മുടെ കാൽഷ്യം മെറ്റൽ റീപ്ലേസ് ചെയ്യുന്നു. അസറ്റിക് ആസിഡിനെ ആസിഡ് മൊയറ്റി കാൽഷ്യം മെറ്റൽ റീപ്ലേസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് റീപ്ലേസ്മെന്റ് ടൈട്രേഷൻ. നിങ്ങളുടെ അടുത്ത് കോമൺ ആയിട്ടും സാധാരണഗതിയിൽ ചോദിക്കുക ഏത് മെത്തേഡാണ്, ടൈട്രൻ്റ് ആരാണ്, EDTA എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. എൻഡ് പോയിന്റിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക എറിക്രോം ബ്ലാക്ക് ടീ ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട്. ആൻഡ് കളർ ചേഞ്ചസ് റെഡ് ടു ബ്ലൂ ആണ് കളർ ചേഞ്ച്. കാൽഷ്യത്തിൻ്റെ അസേ ചെയ്യുന്ന പോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ അസേയും നമ്മൾ EDTA അല്ലെങ്കിൽ കോംപ്ലക്സോമെട്രിക് മെത്തേഡ് വഴിയാണ് ഉപയോഗിക്കുന്നത്. സോ മഗ്നീഷ്യം ഇൻഡിക്കേറ്ററുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. സോ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, എസ്പെഷ്യലി മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ നമ്മൾ അസേ ചെയ്യുക കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ വഴിയാണ്. സോ ദ നെക്സ്റ്റ് മെത്തേഡ്, അടുത്ത മെത്തേഡാണ് റിഡോക്സ് ടൈട്രേഷൻ. റിഡോക്സ് എന്നുള്ള പേരിലറിയാം ഓക്സിഡേഷനും റിഡക്ഷനും. ഈ രണ്ട് റിയാക്ഷൻ സൈമൾട്ടേനിയസ്ലി രണ്ടുപേരും ഒരേ സമയം നടക്കുമ്പോൾ നമ്മൾ അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. സോ അത്തരം റിയാക്ഷൻസ് നടക്കുന്ന ടൈട്രേഷൻ ആണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുക. സോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ ഒരുമിച്ച് നടക്കുന്ന ടൈട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ പ്രസിപ്പിറ്റേഷനോ കോംപ്ലക്സോമെട്രി ആസിഡ് ബേസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അധികമായിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിഡോക്സ് ടൈട്രേഷൻ. സോ ഇതിന് ആദ്യം നമുക്ക് റിഡക്ഷൻ എന്താണെന്ന് അറിയണം. സോ റിഡക്ഷൻ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഗെയിൻ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺ ബൈ ആൻ അറ്റോമിക് സ്പീഷീസ് ഓർ മോളിക്യൂൾ. ഒന്നോ ഒന്നിലധികമോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ, നമ്മൾ ഇലക്ട്രോണിനെ വാങ്ങുന്ന വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു കെമിക്കൽ സ്പീഷീസ് ഒന്നോ ഒന്നിലധികമോ ഇലക്ട്രോൺസിനെ മേടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയും. ഇനി സെയിം വേ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ദ ലോസ് ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺ ബൈ ആൻ അറ്റോമിക് സ്പീഷീസ് ഓർ മോളിക്യൂൾസ് ഇസ് നോൺ ആസ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷനെ നമ്മൾ ഇലക്ട്രോണേഷൻ എന്ന് പറയും. ഇലക്ട്രോണിനെ കൊടുക്കുന്ന പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന പ്രോസസ്സാണ്. ഗീവിങ് അപ്പ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഓക്സിഡേഷൻ. ഇനി ഇലക്ട്രോണിനെ ടേക്കപ്പ് ചെയ്യുന്ന പ്രോസസ് ആണെങ്കിൽ ദാറ്റ് ഈസ് റിഡക്ഷൻ. സോ ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, മറ്റൊരാൾ ഇലക്ട്രോണിനെ മേടിക്കുന്നു. സോ ഇത്തരം ഒരു റിയാക്ഷൻ, അങ്ങനെ ഒരു മ്യൂച്വലി സൈമൾട്ടേനിയസ്ലി രണ്ട് റിയാക്ഷനും ഒന്നിച്ച് നടക്കുന്നതാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക. അത്തരം റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ടൈട്രേഷൻസ് ആണ് റിഡോക്സ് ടൈട്രേഷൻ. സോ ഇവിടെ ഒരു ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നടക്കുന്ന ടൈട്രേഷൻ ആണ് റിഡോക്സ് ടൈട്രേഷൻ.
സോ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണമെങ്കിൽ ഈ ഓക്സിഡേഷനെയും റിഡക്ഷനെയും സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരാൾ വേണം. സോ ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇപ്പൊ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും സൈമൾട്ടേനിയസ്ലി ആണ്, രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത്. സോ ആ പ്രോസസ്സിൽ റിഡക്ഷനെ സഹായിക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റാണ്. അപ്പൊ ഈ റെഡ്യൂസിങ് ഏജന്റ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. റിഡക്ഷനെ സഹായിക്കണം, അതായത് ഇലക്ട്രോൺ മേടിക്കണമെങ്കിൽ അല്ലെ, ഇലക്ട്രോൺ മറ്റൊരാളെ മേടിക്കാൻ സഹായിക്കണമെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ സോഡിയം തയോസൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ്, ടൈറ്റനസ് സൾഫേറ്റ്, ഇവരുടെയൊക്കെ പ്രത്യേകതയാണ് ഇവർ റെഡ്യൂസിങ് ഏജൻസ് ആണ്, റിഡക്ഷനെ സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. Fe2+, ഫെറസ് സൾഫേറ്റിനകത്ത് ഉള്ള അയോൺ, Fe2SO4-നകത്ത് ഫെറസ് സൾഫേറ്റിനകത്ത് Fe2+ ആണ്. സോ Fe2+ റിഡക്ഷനെ സഹായിക്കുന്നു. അങ്ങനെയുള്ള Fe2+ എന്ത് സംഭവിക്കും? സെൽഫായിട്ട് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. അവർ ഏത് റിയാക്ഷൻ ആണോ സഹായിക്കുന്നത്, റിഡക്ഷനെയാണ് സഹായിക്കുന്നതെങ്കിൽ അവർ സ്വന്തമായിട്ട് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. സോ അങ്ങനെ ആകുമ്പോൾ Fe2+ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, Fe3+ ആയിട്ട് മാറും. കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ പെയറിനെ എക്സ്ട്രാ കൊടുത്തു, അപ്പോൾ നമ്മുടെ ഓക്സിഡേഷൻ നമ്പറിൽ അല്ലെങ്കിൽ അവർ എഴുതുന്ന ഓക്സിഡേഷൻ നമ്പറിൽ ഒരു ഇൻക്രിമെന്റ് വരും. അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. റെഡ്യൂസിങ് ഏജന്റും ഉണ്ട്, ഓക്സിഡൈസിങ് ഏജന്റും ഉണ്ട്. സോ റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, അവർ സ്വന്തമായിട്ട് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. ഓക്സിഡൈസിങ് ഏജന്റ് സെയിം വേ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അവർ സ്വന്തമായിട്ട് റിഡക്ഷൻ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, പൊട്ടാഷ്യം ബ്രോമേറ്റ് ഒക്കെ ഓക്സിഡൈസിങ് ഏജന്റിന് എക്സാമ്പിൾ ആണ്. സോ ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടായിരിക്കണം, ഒരു റെഡ്യൂസിങ് ഏജന്റും ഉണ്ടായിരിക്കണം. സോ ഈ റിഡോക്സ് ടൈട്രേഷന് നമുക്ക് പല ടൈപ്സ് പഠിക്കാനുണ്ട്. അയഡോമെട്രി, അയഡിമെട്രി, ബ്രൊമാറ്റോമെട്രി, സെറിമെട്രി, പെർമാംഗനോമെട്രി, ഡൈക്രോമെട്രി. സോ ഇതൊന്നും ഓർത്ത് നമ്മൾ കൺഫ്യൂഷൻ ആവണ്ട. ഏതിനകത്താണ് ടൈട്രൻസ് ഏതൊക്കെയാണ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സോ ഇവിടെ അയഡോമെട്രി, അയഡോമെട്രിയിൽ ടൈട്രൻ്റ് ആയിട്ട് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുക സോഡിയം തയോസൾഫേറ്റ് ആണ്. ഓക്കെ, സോ സോഡിയം തയോസൾഫേറ്റ് അയഡോമെട്രി, അയഡിനുള്ള ഏതോ ഒരു ടൈട്രേഷൻ ആണ്, പക്ഷെ അവിടെ സോഡിയം തയോസൾഫേറ്റ് ആണ് ടൈട്രൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. സോ ദിസ് ഇസ് എൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ ഇൻഡയറക്റ്റ് ടൈട്രേഷൻ മെത്തേഡാണ്. അയോഡിമെട്രിയിൽ നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുക അയഡിനാണ്, ഡയറക്റ്റ് അയോഡി. ഇവിടെ അയഡോ ഇൻഡയറക്റ്റ് ആണ്, നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുക സോഡിയം തയോസൾഫേറ്റ് ആണ്. അയോഡിമെട്രിയിൽ നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുക അയഡിൻ ആണ്. സോ ഈ രണ്ട് കേസിലും നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ബ്രൊമാറ്റോമെട്രി, ആ പേരിൽ തന്നെയുണ്ട്, പൊട്ടാഷ്യം ബ്രോമേറ്റ് ആണ് നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. സെറിമെട്രി, സെറിയം സോൾട്ട്, ഇപ്പം സെറിക് അമോണിയം സൾഫേറ്റ് അല്ലെങ്കിൽ സെറിക് അമോണിയം നൈട്രേറ്റ്, സെറിയം കോമ്പൗണ്ട്സ് Ce4+ ഉള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. പെർമാംഗനോമെട്രിയിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുക, ഡൈക്രോമെട്രിയിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആണ് ഉപയോഗിക്കുക. സോ ഇതിനകത്ത് നമ്മൾ സെറിമെട്രിയും പെർമാംഗനോമെട്രിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി സെറിക് അമോണിയം സൾഫേറ്റിനൊക്കെ ഒരു യെല്ലോ കളർ ഉണ്ട്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമുക്ക് കളർ അറിയാം, ഒരു ഡാർക്ക് വയലറ്റ് കളറാണ്. സോ ഇവരൊക്കെ റിയാക്ഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഈ ടൈട്രൻസ് തന്നെ കളർ ചേഞ്ച് കാണിക്കും. സോ ദേ ആർ സെൽഫ് ഇൻഡിക്കേറ്റേഴ്സ്. സെറിമെട്രിയിൽ നമ്മൾ അല്ലാതെ ഫെറസ് സൾഫേറ്റിൻ്റെ ഒക്കെ അസയിൽ നമ്മൾ സെറിമെട്രി ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേറെ കളേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ പെർമാംഗനോമെട്രിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ വയലറ്റ് കളറിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവും, ചിലപ്പോൾ വയലറ്റ് കളറിൽ നോർമൽ കളർലെസ് ആയിട്ട് മാറും. സോ അത്തരം കണ്ടീഷനിൽ നമുക്ക് കളർ ചേഞ്ച് ഒരു ഇൻഡിക്കേറ്ററിന് ഹെൽപ്പില്ല. സോ ദീസ് ടൈട്രൻസ് ആക്ട് ആസ് സെൽഫ് ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അസ്സയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അസ്സേ നമ്മൾ റിഡോക്സ് ടൈട്രേഷൻ വഴിയാണ് നടക്കുന്നത്. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ KMnO4 പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് നമ്മളിവിടെ ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പെർമാംഗനോമെട്രി ആണ് മെത്തേഡ് ഓഫ് ടൈട്രേഷൻ. ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷൻ ആണ് അല്ലെങ്കിൽ റിഡോക്സ് ടൈട്രേഷൻ ആണ്, സ്പെസിഫിക് ആയിട്ട് പെർമാംഗനോമെട്രി ആണ്. ഇവിടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല.
സോ ദിസ് ഇസ് സെൽഫ് ഇൻഡിക്കേറ്റർ മെത്തേഡ്. ആ ടൈട്രന്റ് തന്നെ കളർ ചേഞ്ച് കാണിക്കും. വയലറ്റ് കളർ കളർലെസ് ആയിട്ട് ടൈട്രന്റ് തന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. സോ ദിസ് ഇസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ മെത്തേഡ്. സോ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. ആസിഡിക് മീഡിയത്തിലാണ് ടൈട്രേഷൻ നടക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റ് ടൈട്രേറ്റ് ചെയ്യുക. സോ അതിൻ്റെ വയലറ്റ് കളർ ചേഞ്ച് ആവുന്നതാണ് എൻഡ് പോയിന്റ്. സെയിം വേ നമ്മൾ മറ്റു മെത്തേഡ് കോപ്പർ സൾഫേറ്റിൻ്റെ അസേ നടത്താൻ നമ്മൾ അയഡോമെട്രിയാണ് ഉപയോഗിക്കുക. ഫെറസ് സൾഫേറ്റിൻ്റെ അസേക്ക് നമ്മൾ സെറിമെട്രിയാണ് ഉപയോഗിക്കുക. സോ ഇവിടെ ഫെറസ് സൾഫേറ്റിൻ്റെ അസേയിൽ നമ്മൾ സാധാരണഗതിയിൽ ഫെറോയിൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഫെറോയിൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കും. ചില കേസിൽ സെറിമെട്രി, സെറിക് അമോണിയം സൾഫേറ്റിന് ഒരു എന്താ പറയുക യെല്ലോ കളറാണ്, അതിന് നമുക്ക് കളർ ചേഞ്ച് നമുക്ക് സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഫെറസ് സൾഫേറ്റിൻ്റെ അസേയിൽ ഫെറോയിൻ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയത് വോളിയോമെട്രിക് അനാലിസിസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, രണ്ട് സബ്സ്റ്റൻസുകളുടെ വോളിയം വെച്ചിട്ട് അവർ റിയാക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ml കാൽക്കുലേറ്റ് ചെയ്ത് വോളിയം വെച്ചിട്ടുള്ള ടൈട്രേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. സോ അവരെ നമ്മൾ വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കുന്നത് വെയിറ്റിൽ നിന്നുള്ള അനാലിസിസ് ആണ്. അപ്പം സോളിഡ് ആയിട്ടുള്ള സാമ്പിൾ ആണെങ്കിൽ ആ സാമ്പിളിന്റെ വെയിറ്റിൽ നിന്നുള്ള അനാലിസിസ് ആണ് ഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുക. സോ ഇവിടെ ഗ്രാവിമെട്രിക് അനാലിസിസിനകത്ത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സാമ്പിളിനെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അനാലിസിസ് നടത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗ്രാവിമെട്രിക് അനാലിസിസ്. സോ ഗ്രാവിമെട്രിക് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനലൈസ് ചെയ്യുന്ന സാമ്പിൾ, ദാറ്റ് ഈസ് അനലൈറ്റിനെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പ്രസിപ്പിറ്റേഷനായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അവിടെ നമ്മൾ ടൈട്രേഷൻ മെത്തേഡാണ്, ഇവിടെ നമ്മൾ വെയിറ്റ് ആണ് എടുക്കുക. സോ നമ്മൾ അനലൈസ് ചെയ്യുന്ന സാമ്പിളിനെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നെക്സ്റ്റ് ഈ ഫോം ചെയ്ത പ്രസിപ്പിറ്റേറ്റിനെ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തെടുത്ത് അതിനെ ഡ്രൈ ചെയ്ത ശേഷം അത് വെയ് ചെയ്ത് ആ വെയിറ്റിൽ നിന്നാണ് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര സബ്സ്റ്റൻസ് അതിൽ ഉണ്ടായിരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആക്യുറേറ്റ് ആൻഡ് സിമ്പിൾ മെത്തേഡാണ് ഗ്രാവിമെട്രി എന്ന് പറയുക. പക്ഷെ നമ്മൾ ടൈട്രേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രാവിമെട്രിക്ക് ഇച്ചിരി സമയമെടുക്കും. നമ്മൾ സാമ്പിൾ എടുത്തു, സാമ്പിളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിച്ചു, ആ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, അതിനെ ഫിൽട്ടർ ചെയ്ത് ഡ്രൈ ചെയ്ത് വെയ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഗ്രാവിമെട്രി എന്ന് പറയുക. സോ ഇവിടെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ സാമ്പിൾ സൊല്യൂഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണഗതിയിൽ ബേരിയം ക്ലോറൈഡിൻ്റെ ഒക്കെ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്രാവിമെട്രി. സോ അല്ലെങ്കിൽ കാൽഷ്യം സോൾട്ടുകൾ. സോ ഇവിടെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് ഞാൻ പ്രസിപ്പിറ്റേഷൻ നടത്തുന്നു. ആ ബേരിയം ക്ലോറൈഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. അതിനെ പ്രസിപ്പിറ്റേറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റിന്റെ ആവശ്യമുണ്ട്. സോ ഇവിടെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, വാട്ടറിൽ മിക്സ് ചെയ്ത് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട്, അതൊരു ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷൻ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറാൻ നമുക്കൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റിന്റെ ആവശ്യമുണ്ട്. സോ ബേരിയം ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ ബേരിയം ക്ലോറൈഡിനകത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമ്പോൾ gives BaSO4, barium sulfate. This is a precipitate. So നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആ മെത്തേഡ്സ് എന്ന് പരിചയപ്പെടുത്തി തരികയാണ്. സോ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ഉപയോഗിച്ച് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറ്റുന്നു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ഡൈജഷൻ അല്ലെങ്കിൽ ഓസ്വാൾഡ് റൈപ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് നല്ല ലാർജ് പ്രസിപ്പിറ്റേറ്റ് മോളിക്യൂൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കുറച്ച് സമയം വെച്ചിരിക്കുന്നു. ഒരു 24 hours അല്ലെങ്കിൽ 24 to 48 hours റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ അല്ലെങ്കിൽ ഓസ്റ്റ്വാൾഡ് റൈപ്പനിങ്. സിമ്പിളായിട്ട് റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ പഴുക്കാൻ നിൽക്കുന്ന പരിപാടി അല്ലേ. സോ ഇവിടെ നമ്മൾ കുറച്ച് സമയം ഉണ്ടായ പ്രസിപ്പിറ്റേറ്റിനെ ഒന്നല്ലെങ്കിൽ 2 ദിവസത്തേക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് ഒന്ന് കറക്റ്റ് സൈസിൽ കിട്ടാൻ വേണ്ടി, ആ മോളിക്യൂൾസിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. അതിനുശേഷം ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്തതിനെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈയിങ് അല്ലെങ്കിൽ ഇഗ്നിഷന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, വെയ് ചെയ്ത് കാൽക്കുലേഷൻ നടത്തും. ഇതാണ് സിമ്പിൾ മെത്തേഡായിട്ടുള്ള നമ്മുടെ ഗ്രാവിമെട്രി എന്ന് പറയുക. വെയിറ്റ് അനാലിസിസ് ആണ്. സോ കാൽഷ്യത്തിന് നമ്മൾ ബേരിയം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബേരിയം സൾഫേറ്റ് ആയിട്ട് വന്ന് ബേരിയം സൾഫേറ്റിന് പ്രസിപ്പിറ്റേറ്റ് എന്ന് വെയ് ചെയ്ത് എത്രമാത്രം ബേരിയം അതിനകത്തുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. സെയിം വേ കാൽഷ്യം സോൾട്ട് ആണെങ്കിൽ കാൽഷ്യം സോൾട്ടിനെ നമ്മൾ കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. സോ ഇവിടെ C2O4- ഓക്സാലിക് ആസിഡ് ഉപയോഗിച്ചു. അവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ പ്രസിപ്പിറ്റന്റ് ആയിട്ട് ഉപയോഗിച്ചത്. ഇവിടെ കാൽഷ്യത്തിന് ഓക്സാലിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കാൽഷ്യം ഓക്സലേറ്റ് നമ്മൾ ഇഗ്നിഷൻ നടത്തുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും. സോ ആ കാൽഷ്യം ഓക്സൈഡിന്റെ എമൗണ്ടിൽ നിന്നാണ് ഓക്സലേറ്റ് ഓക്സൈഡ് ആയിട്ട് മാറും. ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലുള്ള ഹീറ്റിംഗിൽ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും.
ഈ കാൽഷ്യം ഓക്സൈഡിൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിനകത്തുനിന്ന് എത്രമാത്രം കാൽഷ്യം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. സോ ദിസ് ഇസ് അബൌട്ട് ഗ്രാവിമെട്രി. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ്സ് നോക്കുന്നുണ്ട്. ടൈട്രേഷൻ വഴിയുള്ള വോളിയോമെട്രിക് അല്ലെങ്കിൽ ടൈട്രിമെട്രിക് അനാലിസിസും വെയിറ്റ് മെഷർ ചെയ്യുന്ന ഗ്രാവിമെട്രിക് അനാലിസിസും. അപ്പോൾ നമ്മൾ ടൈട്രിമെട്രിയിൽ ഓൾറെഡി നോക്കിയത് കൂടാതെ ഇന്ന് പ്രസിപ്പിറ്റേഷൻ, കോംപ്ലക്സോമെട്രി, റിഡോക്സ്. അതിൽ പ്രസിപ്പിറ്റേഷനും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, റിഡോക്സ് ടൈട്രേഷനും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കോംപ്ലക്സോമെട്രി എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് മെറ്റൽ സോൾട്ട്സ്, മഗ്നീഷ്യം, കാൽഷ്യം പോലെയുള്ള മെറ്റൽസ് EDTA ആയിട്ട് ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കും. സോ നിങ്ങൾ ഓരോ മെത്തേഡ്സും പഠിക്കുമ്പോൾ ആ മെത്തേഡ്സിൻ്റെ ടൈട്രൻ്റ് ഏതാണ്, ഇൻഡിക്കേറ്റർ എന്താണ്, ഏത് ടൈപ്പിനാണ് നമ്മൾ യൂസ് ചെയ്യുക. സെയിം വേ അസേ പഠിക്കുമ്പോഴും കളർ ചേഞ്ച് എന്താണ്, ഇൻഡിക്കേറ്റർ എന്താണ്, ടൈട്രൻ്റ് എന്താണ്, ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is a common precipitating agent used in precipitation titration for determination of chloride ion? അപ്പോൾ ക്ലോറൈഡ് അയോണിൻ്റെ ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്ന precipitating agent എന്താണ്? ഓപ്ഷനിൽ പോവാണ്ട് തന്നെ നമുക്ക് പറയാം സിൽവർ നൈട്രേറ്റ്. സോ precipitation ടൈട്രേഷനിൽ കോമൺ ആയിട്ട് ടൈട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുക സിൽവർ നൈട്രേറ്റ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, സിൽവർ നൈട്രേറ്റ്. സോ നെക്സ്റ്റ്, which method uses potassium chromate indicator to produce a red colored silver chromate at the end point? So chromate ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്റർ ഏത് മെത്തേഡിലാണ് നമ്മൾ ഉപയോഗിക്കുക? ഓഫ് കോഴ്സ് ആൻസർ ഇസ് മോഴ്സ് മെത്തേഡ്. മോഴ്സ് മെത്തേഡിലാണ് പൊട്ടാഷ്യം ക്രോമേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. വോൾഹാർട്ട്സ് മെത്തേഡ്, വാട്ട് ഇസ് യൂസ്ഡ് എസ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക ഫെറിക് അയൺസ് ആണ്. ഫെറിക് അയോൺസിൻ്റെ, അതായത് ഫെറിക് അമോണിയം പോലെയുള്ള ഫെറിക് അയോൺസ് ആണ് വോൾഹാർട്ട്സ് ആൻഡ് മോഡിഫൈഡ് വോൾഹാർട്ട്സിൽ രണ്ടും നമ്മൾ ഫെറിക് അയോൺസ് ആണ് യൂസ് ചെയ്യുക. ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ഇതിവിടെ ഫെറിക് അയോൺ തന്നെ ചിലപ്പം ക്വസ്റ്റ്യനിൽ വന്നു എന്നിരിക്കില്ല, ചിലപ്പോൾ ഫെറിക് അമോണിയം സൾഫേറ്റോ ഫെറിക് നൈട്രേറ്റ് ഫെറിക് ടേമിൽ വരുന്ന ഒരു സോൾട്ട് ആയിരിക്കും വരിക. സോ അങ്ങനെ വന്നാൽ ഫെറിക് അയോൺസ് അതിനകത്തുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ഇൻഡിക്കേറ്റർ. In which method involves the titration of chloride ions with silver using adsorption indicator? Adsorption indicator നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുക ഫെജൻസ് മെത്തേഡാണ്. സോ നമ്മൾ ഫ്ലൂറസീൻ, ഇയോസീൻ പോലെയുള്ള ഡൈക്ലോറോഫ്ലൂറസീൻ പോലെയുള്ള ഡൈസാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുക. So in the assay of sodium chloride using Volhardt's method, which reagent is added as an indicator to achieve the color? Finally, നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക ഇവിടെ ഫെറിക് അമോണിയം സൾഫേറ്റ് ആണ്. നോർമലി ഫെറിക് അയോൺസ് എന്ന് പറഞ്ഞ ടേമിൽ വരാൻ ബുദ്ധിമുട്ടാണ്, അത്തരം ഓപ്ഷൻസ് വരാൻ സാധ്യത കുറവാണ്. ഫെറിക് അയോൺസ് ഉള്ള ഏതെങ്കിലും സോൾട്ട് ഫോമിലായിരിക്കും വരിക, ഇവിടെ ഫെറിക് അമോണിയം സൾഫേറ്റ്. ഇനി ഓപ്ഷനിൽ ഫെറിക് അയോൺസ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫെറിക് അയോൺസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വിച്ച് ഇൻഡിക്കേറ്റർ ഇസ് യൂസ്ഡ് ഇൻ ഫെജൻസ് മെത്തേഡ് where the end point is observed when green color of suspension turns to pink color? സോ ഇവിടെ നമ്മൾ ഫെജൻസ് മെത്തേഡ് എന്ന് എംഫസൈസ് ചെയ്യണം. ആ കളർ ചേഞ്ച് നമ്മൾ ഉപയോഗിക്കുന്ന അനലൈറ്റിനനുസരിച്ച് കളർ ചേഞ്ചിൽ വ്യത്യാസം വരും, എങ്കിലും ഫെജൻസ് മെത്തേഡിലെ ഇൻഡിക്കേറ്റർ ആണ്. ഇറ്റ് ഇസ് ഡൈക്ലോറോഫ്ലൂറസീൻ, സെയിം വേ ഫ്ലൂറസീൻ, ഇയോസിൻ, ഇവരൊക്കെ എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡ്, which solution is used to acidify sodium chloride solution? ഇത് മോഡിഫൈഡ് വോൾഹാർട്ട്സ് മെത്തേഡിൽ മാത്രമല്ല, വോൾഹാർട്ട്സ് മെത്തേഡിൽ നമ്മൾ സോഡിയം ക്ലോറൈഡിനെ അസിഡിഫൈ ചെയ്യും. അസിഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻസർ ഇസ് ഓപ്ഷൻ സി, നൈട്രിക് ആസിഡ്. What is the principle of modified Volhardt's method? Modified Volhardt's method എന്ന് പറയുക, ഇവിടെ നമ്മൾ ടൈട്രേഷൻ, ഇൻഡയറക്റ്റ് വോളിയോമെട്രിക് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ആണ്. സോ അവിടെ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെ അഡിഷനും കൂടി ഉണ്ട്. ഒരു ഓർഗാനിക് സോൾട്ട്, അതായത് സോളിബിലിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ലൈക്ക് ക്ലോറോഫോം പോലെയുള്ള ഒരു ഓർഗാനിക് സോൾവെന്റ് അവിടെ ആഡ് ചെയ്യും. കാൽഷ്യം ഗ്ലൂക്കോണേറ്റിന്റെ അസേയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ഇറ്റ് ഇസ് എറിയോക്രോം ബ്ലാക്ക് ടീ ആണ് ഇൻഡിക്കേറ്റർ. ആൻഡ് ദ മെത്തേഡ് ഇസ് കോംപ്ലക്സോമെട്രിക് മെത്തേഡ്. ടൈട്രന്റ് ഏതാണ്? EDTA. The primary principle behind the assay of calcium gluconate using EDTA എന്താണ് മെത്തേഡ്? ദാറ്റ് ഇസ് നമുക്ക് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. അതിനുശേഷം റീപ്ലേസ്മെന്റ് എന്നുള്ള ടേം എപ്പോഴും കോംപ്ലക്സോമെട്രിക്ക് ഒപ്പമേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ബൈ റീപ്ലേസ്മെന്റ് മെത്തേഡ്. In redox titration, what is the role of oxidizing agent? Oxidizing agent എന്ന് പറയുക ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. സോ ടു ലൂസ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ ലൂസിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ദാറ്റ് ഈസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. സോ സെയിം ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അസേയിൽ ടൈട്രന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ്. ദാറ്റ് ഈസ് ആൻ ഓക്സിഡൈസിങ് നേച്ചറുള്ള സബ്സ്റ്റൻസ് ആണ്. സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്, മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല.
സോ ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ കാൽഷ്യം അയോൺസ് റിയാക്ട് വിത്ത് ഓക്സലേറ്റ്. അത് നമ്മൾ ക്വസ്റ്റനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാൽഷ്യം ഓക്സലേറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ഈ കാൽഷ്യം ഓക്സൈഡിലേക്ക് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഇഗ്നിഷന്റെ സമയത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത കാൽഷ്യം ഓക്സലേറ്റിനെ കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ വെയ് ചെയ്യാം. ഇൻ ദ എസ്സേ ഓഫ് ഫെറസ് സൾഫേറ്റ് വിച്ച് ടൈപ്പ് ഓഫ് റിഡോക്സ് ടൈട്രേഷൻ ഇസ് യൂസ്ഡ്? ഫെറസ് സൾഫേറ്റിന്റെ എസ്സേക്ക് നമ്മൾ ഉപയോഗിക്കുക സെറിമെട്രി ആണ്. സെറിക് അമോണിയം സൾഫേറ്റ് ആണ് ട്രൈറ്റന്റ് ആയിട്ട് ഉപയോഗിക്കുക. ഫെറോയിൻ ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുക. സോ ഇപ്പോൾ നമ്മൾ കുറച്ച് റിഡോക്സ് ടൈട്രേഷൻ, കോംപ്ലെക്സോമെട്രിക് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ പോലുള്ള വോളിയോമെട്രിക് അനാലിസിസ് നോക്കി, ഗ്രാവിമെട്രിക് അനാലിസിസ് നോക്കി. ആസ് യൂഷ്വൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് മെത്തേഡ് ഏതാണ്, ടൈട്രൻ്റ് ഏതാണ്, ഇൻഡിക്കേറ്റർ എന്താണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ അസേ, ഏതൊക്കെ കോമ്പൗണ്ട്സിൻ്റെ അസേ ഏതൊക്കെ മെത്തേഡ് വഴി ചെയ്യുന്നു. അതായത് കോമ്പൗണ്ട്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നാണ് കാണുക. പോർഷൻസ് തെറോ ആയിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു.